ഹായ് വെൽക്കം ബാക്ക് എവ്രി വൺ. സോ നമ്മൾ INMO 1995 ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിൽ കാണാൻ പോകുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ഓൾ പ്രൈംസ് P for which the quotient 2 raised to P minus 1 minus 1 divided by P is a square. നമ്പർ തിയറി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈംസ് P കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ദ ക്വോഷ്യന്റ് 2 raised to P minus 1 minus 1 2 raised to P minus 1 minus 1 divided by P is a square. ഇത് ഒരു സ്ക്വയർ ആവണം. അതെപ്പോൾ സ്ക്വയർ ആവും? അങ്ങനെ സ്ക്വയർ ആവുന്ന Pയുടെ പ്രൈം വാല്യൂസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് പ്രൈം നമ്പർ? P is equal to 2. If P is equal to 2, P equal to 2 ആണെങ്കിൽ 2 raised to 2 minus 1 minus 1 by 2 is equal to 2 raised to 1 minus 1 divided by 2 is equal to 1 by 2, not a perfect square. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. P ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സോ വേറെ പ്രൈംസ് ആണ്. അതായത് നമ്മൾ P ഒരു ഈവൻ നമ്പർ ആണ്, അതായത് 2 ഒരു ഈവൻ പ്രൈം നമ്പർ ആണ്. നമ്മൾ അതിനെ റൂൾ ഔട്ട് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് പ്രൈം നമ്പറിനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. P ഈക്വൽ ടു 2 അല്ല. ഇനി ബാക്കി പ്രൈംസ് ഒക്കെ എന്താണ്? ബാക്കി പ്രൈംസ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ മൂവ് ചെയ്യാം. ലെറ്റ് P ഈസ് ഈക്വൽ ടു 2m plus 1. P 2m plus 1 ആണ്. P എന്തായാലും ഇനി ഒരു ഓഡ് നമ്പർ ആയിരിക്കും. P equal to 2m plus 1, m greater than or equal to 1, m equal to 1 ആണെങ്കിൽ P equal to 2, m equal to 2 ആണെങ്കിൽ P 5. എല്ലാ വാല്യൂസ് ഓഫ് എമ്മിനും P പ്രൈം ആവണം നിർബന്ധമില്ല. പക്ഷെ P നമുക്ക് പ്രൈം ആണ്. ഇറ്റ്സ് എൻ ഓഡ് പ്രൈം നമ്പർ. സോ വി ടേക്ക് ഇറ്റ് ആസ് P is equal to 2m plus 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇതിനെ 2 raised to P minus 1. ഇനി നമുക്ക് we have 2 raised to P minus 1 minus 1 divided by P is equal to സം n സ്ക്വയർ. ഇതാണല്ലോ നമുക്ക് തന്നിട്ടുള്ളത്. അതൊരു സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നു. അപ്പോൾ P minus 1 നമുക്ക് എങ്ങനെ എഴുതാം? ഇംപ്ലൈസ് 2 raised to m minus 1 2 raised to 2m minus 1 is equal to n square P എന്നല്ലേ? P minus 1 2m എന്ന് എഴുതാം. സോ 2 raised to 2m minus 1 is equal to n square P. ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ പി. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു എൻ സ്ക്വയർ പി എന്നുള്ള 2 raised to m plus 1 2 raised to m minus 1 2 raised to m minus 1 ഈക്വൽ ടു എൻ സ്ക്വയർ പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഈ രണ്ട് നമ്പേഴ്സ് നോക്കൂ. ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. ഒന്ന് 2 raised to m plus 1 2 raised to m minus 1 2 raised to m ഒരു ഈവൻ നമ്പർ ആണ്. സോ 2 raised to m plus 1 ഉം 2 raised to m minus 1 ഉം രണ്ട് ഓഡ് നമ്പേഴ്സ് ആണ്. എങ്ങനെയുള്ള ഓഡ് നമ്പേഴ്സ്? 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. അത് രണ്ട് ഓഡ് നമ്പേഴ്സ് ആണ്. 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. ഓൾസോ 2 കോൺസിക്യൂട്ടീവ് ഓൾസോ ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എപ്പോഴും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എപ്പോഴും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പൊ 2 raised to m plus 1 ഉം 2 raised to m minus 1 ഉം രണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം. അപ്പൊ അത് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അത് ഈക്വൽ ടു എൻ സ്ക്വയർ പി അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് 2 raised to m plus 1 into 2 raised to m minus 1 is equal to P into x square y square where GCD of xy is equal to 1. അതായത് ഇപ്പുറം നമുക്ക് രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ഒരു P എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് n സ്ക്വയർ. ഈ n സ്ക്വയറിനെ നമ്മൾ രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ ആക്കി എഴുതി. ആ n സ്ക്വയറിനെ നമുക്ക് ഒരു സ്ക്വയർ നമ്പറിനെ നമുക്ക് റിലേറ്റീവ്ലി രണ്ട് പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയർ ആക്കി എഴുതാം. അതിൽ ഒന്ന് 1 ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇതിൽ x 1 ആവാം, അല്ലെങ്കിൽ y 1 ആവാം. അങ്ങനെയാണെങ്കിലും ഫോർ എക്സാമ്പിൾ 3 സ്ക്വയറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ എന്ന് എഴുതാം. രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആക്കി എഴുതാം. നമ്മളിപ്പോൾ അങ്ങനെ എഴുതി. അങ്ങനെയാണെങ്കിൽ
ഇവിടെ നമുക്ക് രണ്ട് കേസ് വരാൻ പോകുന്നു. അതായത് നമുക്ക് ഒരു ഭാഗത്ത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ഉണ്ട്, മറ്റു ഭാഗത്ത് രണ്ട് റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എന്താവണം? മാച്ച് ആവണം. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് കേസ് എഴുതാം. 2m + 1, 2m - 1, 2m - 1, 2m - 1 px² 2m + 1 y², 2m + 1 2m - 1 px² 2m + 1 y² ആണ്. അതായത് ഈ രണ്ട് റിലേറ്റീവ്ലി പ്രൈം പാർട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാച്ചപ്പ് ചെയ്തു. അതേപോലെ കേസ് 2, കേസ് 2ല് 2m - 1 y² 2m + 1 px². 2m - 1 ഇനി പി വൈന്റെ കൂടെ വന്നൂടെ എന്ന് തോന്നാം. അപ്പൊ നമ്മൾ വൈനെ എക്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത പോലെയാണ്, ഇന്റർചേഞ്ച് ചെയ്താണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് 2m - 1 px² 2m + 1 y² ആ രണ്ട് റിലേറ്റീവ്ലി പാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തു. അല്ല y² ആണ് 2m - 1 px² ആണ് 2m + 1 എന്നുള്ള കമ്പാരിസൺ, അതാണ് നമ്മുടെ കേസ് 2. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേസ് 1 എടുക്കുന്നു. 2m - 1 = px². നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. അവിടെ നമുക്ക് കിട്ടും y² - 1 = 2m. y² - 1 2m ആണ്. ഇതിനെ പിന്നെ നമുക്ക് y + 1 × y - 1 എന്ന് എഴുതാം, ഈക്വൽ ടു 2m ആണ്. y + 1 × y - 1 = 2m ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് y + 1 ഇത് y - 1 അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ന്റെ ഒരു പവർ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്താവണം? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും 2ന്റെ പവർ ആവണം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 2ന്റെ ഒരു പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും 2ന്റെ പവേഴ്സ് ആയിരിക്കണം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 2ന്റെ പവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും 2ന്റെ പവേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ 2a - 2b ചെയ്താലോ? 2a - 2b ചെയ്താൽ 2 കിട്ടും. 2a - 2b രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്തു. 2a - 2b = 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ then a = 2, b = 1. അങ്ങനെയാണെങ്കിൽ പിന്നെ a = 2 ആണ്, b = 1 ആണ്. a 2 ആണ്, b 1 ആണ്. അപ്പോ അങ്ങനെ a = 2ഉം b = 1ഉം ആണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കിട്ടും y = എന്ത് കിട്ടും? y - 1 = 2b അല്ലേ? സോ y - 1 = 2, y = 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് y = 3 എന്ന് കിട്ടും. അങ്ങനെ y = 3 ആണെങ്കിൽ ആൾസോ y² - 1 ആണ്. y² - 1 ആണ് എന്ത്? 2m. y² - 1 ആണ് 2m. സോ 3² - 1 = 2m. 2m = 8 implies m = 3. എമ്മിന്റെ വാല്യൂ 3 ആണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പി കണ്ടെത്താനാണ്. ഈ പി എന്തായിരുന്നു? p = 2m + 1 ആണ്. then p = 2m + 1 = 7. 2m + 1 = 7. പിക്ക് നമുക്കൊരു വാല്യൂ കിട്ടി 7. അതായത് 2p - 1 p ഒരു സ്ക്വയർ ആവും എപ്പോ? p = 7 ആണെങ്കിൽ. we got that from case 1. ഇനി നമ്മൾ ഇതേപോലെ കേസ് 2 ചെയ്യുന്നു. കേസ് 2ലും നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതേ ഇക്വേഷൻ ആണ്, y² ഇക്വേഷൻ. അപ്പോൾ 2m - 1 = y², 2m = y² + 1. 2m = y² + 1. ഈ 2m എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഈവൻ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ y² + 1 must be even. y² + 1 must be even ആവണം. അങ്ങനെയാണെങ്കിൽ y² എന്താവണം? y² ഓഡ് ആവണം. y² should be odd. y² should be odd. y should be odd. y² ഓഡ് ആവണമെങ്കിൽ y ഓഡ് ആവണം. സോ വി ടേക്ക് y = അപ്പൊ നമ്മൾ എഴുതുന്നു y = 2k + 1. y ഒരു ഓഡ് നമ്പർ ആണല്ലോ. സോ y = 2k + 1 k element of n. y = 2k + 1 എഴുതുന്നു. സോ y² = 4k² + 4k + 1. y² + 1 = 4k² + 4k + 2. we have ഈ y² + 1 എന്താവണം?
we have y square plus 1 is equal to എന്താവണം 2 raised to m. y square plus 1 2 raised to m ആവണം. That is 4k square plus 4k plus 2 is equal to 2 raised to m ആവണം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So 2k square plus 2k plus 1 is equal to 2 raised to m minus 1. 2 raised to m minus 1 ആയി. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ഓടാണ്. ഇതൊരു ഓഡ് നമ്പർ ആണ്, ഇതൊരു ഈവൻ നമ്പർ ആണ്. ഒരു ഓടും ഈവനും ഈക്വൽ ആവാൻ പാടില്ല, ഒരു ഓടും ഈവനും ഈക്വൽ ആവാൻ പാടില്ല. അപ്പൊ ഇത് ഈവൻ ആവാൻ പാടില്ല, ഇത് ഓഡ് ആവണം. ഇത് ഈവൻ ആവാൻ പാടില്ല, ഇത് ഓഡ് ആവണം. 2ന്റെ ഒരു പവർ ഓഡ് ആവണം. അങ്ങനെയാണെങ്കിൽ 2ന്റെ ഒരു പവർ ഓഡ് ആവണമെങ്കിൽ ആ പവർ ഈക്വൽ ടു 0 ആയിട്ട് ആ നമ്പർ 1 ആവണം. ദെൻ m minus 1 is equal to 0. m is equal to 1. m equal to 1 ആവണം. അങ്ങനെ m equal to 1 ആയാൽ p is equal to 2m plus 1 is equal to 3. p equal to 3 ആണ്. ഇതാണ് നമ്മുടെ കേസ് 2 എന്ന് കിട്ടുന്ന p-ന്റെ വാല്യൂ. p is equal to 3. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് ഓഫ് p ക്കാണ് ഈ പറഞ്ഞ എക്സ്പ്രഷൻ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടുക. അത് നമ്മൾ രണ്ട് കേസിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. p equal to 7 ഉം p equal to 3 ഉം ആണ് ഇതിന്റെ ആൻസേഴ്സ്.